ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിശദമായി വാദം കേൾക്കുമെന്ന് കൂടി മനസ്സിലാവുന്നു. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകുക. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലാണ് ഇന്നിപ്പോൾ വിശദമായി വാദം കേൾക്കുക. മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കം പൂർത്തിയായി കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഉള്ളത് നിലവിൽ. അതെ, അത്തരത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വിഷയമായതുകൊണ്ടാണ് ഇത് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ മൊഴിയെടുപ്പുമൊക്കെ പൂർത്തിയായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നത്. ജാമ്യാപേക്ഷ അടക്കം നൽകിയ ഒരു സാഹചര്യമാണ്. എന്നാൽ പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ ജാമ്യം നൽകരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ള ഇത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയ സമയത്ത് മഹസറിൽ ഈ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു കേസിൽ നേരിട്ട് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം ഇവിടെ വാദിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഈ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് കോടതിയിൽ ഇതിന്റെ വിശദമായ വാദം ഇന്നുണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാകുക. അത്തരത്തിൽ സ്വർണ്ണപ്പാളി ചെമ്പെന്ന് തന്റെ ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തിയത് എന്ന ഒരു ന്യായമാണ് മുരാരി ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു നിർദ്ദേശം കോടതിയെ അറിയിച്ചിരിക്കുന്നതും സമാന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഗൂഢാലോചനയിൽ മുരാരി ബാബുവിന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ സ്വർണ്ണപ്പാളി മഹിസറിൽ 2019 സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അവിടെ നിന്നാണ് ഈ ഒരു തട്ടിപ്പിന്റെ അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കൊള്ളയുടെ ഒരു വ്യക്തമായ ഒരു തെളിവ്, തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ ഒരു തെളിവ് വരുന്നത് ആ മഹിസറിൽ അത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. അത് വ്യക്തമായിട്ട് തെളിഞ്ഞ ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷയും വിശദമായ വാദവും ഒക്കെ നടക്കുന്നത്. കൂടാതെ തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു കേസിന്റെ ഒരു പോക്ക്. ജിൽസി, സേഫു. ശരി.